വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ലെസനാണ്. ലെസൻ്റെ പേര് ദ റൈവൻ ആൻഡ് ദ ഫോക്സ്. ലെറ്റ് us ഡു ദീസ് ആക്ടിവിറ്റീസ് ബിഫോർ വി റീഡ്. ലെസണിലേക്ക് കടന്ന് വായിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ ആക്ടിവിറ്റിയൊക്കെ ഒന്ന് ചെയ്യാം. വി നോ ദാറ്റ് ഫ്രോക്സ് ക്രോക്ക്. നമുക്കറിയാം തവളകളൊക്കെ ക്രോക്ക് ചെയ്യുന്നു. തവളയുടെ കരച്ചിലിന് ക്രോക്കിംഗ് സൗണ്ടാണ്. സോ വി കോൾ ഇറ്റ് ആസ് ക്രോക്ക്. അത് തവള കരയുന്നതിനെ ക്രോക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ഡിഡ് യു നോ ദ റൈവൻസ് ഓൾസോ ക്രോക്ക്? നിങ്ങൾക്കറിയില്ലേ ബലിക്കാക്കകളും ക്രോക്ക് ചെയ്യുന്നത്? ബലിക്കാക്കകൾ ദേ ഓൾസോ ക്രോക്ക്. അവരുടെ കരച്ചിലിനും ക്രോക്ക് എന്നാണ് നമ്മൾ പറയുക. ഒരു പതറിയ സൗണ്ട്. ആ സൗണ്ടിൽ കരയുന്നതിനാണ് ക്രോക്കിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, വിച്ച് ആനിമൽ ഈസ് ഷോൺ ടു ബി കണ്ണിങ് ഇൻ സ്റ്റോറീസ്? കഥകളിലെ ഏറ്റവും കാപട്യം നിറഞ്ഞവനായിട്ട് കരുതപ്പെടുന്നവരാരാണ്? കണ്ണിങ് മീൻസ് കാപട്യം. കാപട്യം നിറഞ്ഞ മൃഗം ഏതാണ്? കുറുക്കന. നമുക്കറിയില്ലേ, നമ്മുടെ മുഖത്തോട് നേരെ നോക്കില്ല കുറുക്കൻ. കുറുക്കൻ നമ്മളെ നോക്കണമെങ്കിൽ തിരിഞ്ഞു പോകാൻ നേരത്തെ ചെരിഞ്ഞൊരു നോട്ടമുണ്ട്, അവൻ്റെ കള്ളദൃഷ്ടി. സോ ഇറ്റ് ഈസ് സോ കണ്ണിങ്. അവൻ വളരെ കണ്ണിങ്ങാണ്. സർക്കിൾ ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസറിനെ നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്യാം. ഒന്നാമത്തെ പറഞ്ഞ ടൈഗറാണ്. അവൻ കണ്ണിങ്ങൊന്നുമല്ല. ഫോക്സ് ഈസ് സോ കണ്ണിങ്. അവൻ വളരെ കണ്ണിങ്ങാണ്. അതിനെയാണ് നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത്. പിന്നീടുള്ള ബെയറാണ്. ബെയർ മീൻസ് കരടി. അവന് കണ്ണിങ്ങൊന്നുമല്ല. അപ്പോൾ ഇവിടെ കണ്ണിങ് ആയിരിക്കുന്ന ആനിമൽ ഫോക്സാണ്. ഭയങ്കര കുറുക്കൻ എന്ന് നമ്മൾ പറയുന്ന ആരെയാ? ഭയങ്കര കാപട്ടിക്കാരുടെ നമ്മൾ ഇരട്ടപ്പേരിടാറുണ്ട് കുറുക്കൻ. അയാളൊരു കുറുക്കനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളൊരു കണ്ണിങ് മാനാണ്. ലെറ്റ് us റീഡ്. നമുക്കൊന്ന് വായിക്കാം. ഇതേ കണ്ടില്ലേ ആ പടമല്ലോ? ആ പടത്തിലൊരു കുറുക്കൻ ഇരിപ്പുണ്ട്, മുകളിലൊരു റൈവൻ ഇരിപ്പുണ്ട്. റൈവൻ മീൻസ് ബലിക്കാക്ക. ബലിക്കാക്ക, രാമൻ കാക്ക, ശവക്കാക്ക എന്നൊക്കെ പല പേരുകൾ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബലിക്കാക്കയാണ് റൈവൻ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ബലിക്കാക്കയ്ക്ക് മറ്റ് സാധാരണ കാക്കകളേക്കാൾ വലിപ്പം കൂടുതലാണ്. പൂർണ്ണമായും കറുപ്പ് നിറമാണ് എൻ്റെ ബോഡിക്ക്. വലിപ്പം കൂടുതലാണ്, കറുപ്പ് നിറമാണ്. അതിൻ്റെ കരച്ചിലിന് ക്രോക്കിംഗ് സൗണ്ടാണ്. ക്രോക്കിംഗ് എന്നാ പറയുക. പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉരയ്ക്കുന്ന പോലെ പതറിയ സൗണ്ടിലാണത് കാറുന്നത്. മറ്റ് കാക്കകളാണെങ്കിൽ കേൾക്കാൻ കുറച്ചുകൂടി ഒരു സ്മൂത്തായ സൗണ്ടാണ്. എന്നാൽ ബലിക്കാക്കളുടെ സൗണ്ട് വളരെ പതർച്ചയുള്ളവയാണ്. കാട്ടുകാക്കയെന്ന് ഇവരെ വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി പറയാം. ബലിക്കാക്ക, കാട്ടുകാക്ക, ശവക്കാക്ക, ക്യാരിയോൺ, ഇതെല്ലാം പറയുന്നത് ഈ പറയുന്ന റൈവൻസിനെയാണ്. ലെറ്റ് us റീഡ്. നമുക്കൊന്ന് വായിക്കാം കേട്ടോ. മിസ്റ്റർ റൈവൻ വാസ് പോർച്ച്ഡ് upon a limb. ആരാ ഇവിടെ മിസ്റ്റർ റൈവൻ? ആ ഒരു കാക്കയാണ്. അവനെവിടെ ഇരിക്കുന്നത്? ഹി വാസ് പെർച്ച്ഡ് upon a limb. ഒരു മരത്തിൻ്റെ ശാഖയിലാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? പെർച്ച്ഡ് മീൻസ് ചേക്കേറുക, പറന്നു വന്ന് ഇരിക്കുക. അത് ഒരു മരത്തിൻ്റെ ശാഖയിലാണ്. upon a limb. ഒരു ലിംബിലാണ് വന്നിരിക്കുന്നത്, ഒരു മരത്തിൻ്റെ ശാഖയിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് റെയ്നാഡ് ദ ഫോക്സ് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിം. ഈ ഫോക്സ് എന്താ ചെയ്തത്? ഹീ ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിം. താഴെ ഇരുന്നുകൊണ്ട് മുകളിലോട്ട് നോക്കി. ആരെയാ നോക്കിയത്? മിസ്റ്റർ റൈവൻ. നമ്മുടെ ബലിക്കാക്ക അവിടെ ഇരിപ്പുണ്ട്, അവനെ നോക്കുക. എന്തിനാണ് നോക്കുന്നത്? ഫോർ ദ റൈവൻ ഹെൽഡ് ഇൻ ഹിസ് ഗ്രേറ്റ് ബിഗ് ബീക്ക്. റൈവൻ അവൻ്റെ ചുണ്ടിലെ ഒരു വലിയ ഫുഡിൻ്റെ കഷ്ണം കുത്തിപ്പിടിച്ചിട്ടുണ്ട്. അതാ ഫോർ ദ റൈവൻ ഹെൽഡ് ഇൻ ഹിസ് ഗ്രേറ്റ് ബിഗ് ബീക്ക്. അവൻ്റെ വലിയ ചുണ്ടുകളിലെ എന്താ പിടിച്ചിരിക്കുന്നത്? എ മോഴ്സൽ ദ ഫോക്സ് വുഡ് ഗോ ഫാർ ടു സീക്ക്. ഒരു മോഴ്സൽ ഓഫ് ഫുഡാണ്, ഒരു പീസ് ഫുഡ്. ദ ഫോക്സ് വുഡ് ഗോ ഫാർ ടു സീക്ക്. അവനാണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് ദൂരം നടക്കണം, എന്നാലേ ഇത്ര ഒരു പീസ് കിട്ടുകയുള്ളൂ. അങ്ങനത്തെ ഒരു പീസും പിടിച്ചുകൊണ്ട് ആ മുകളിൽ ഇരിക്കുന്നത് ആരായിരിക്കുന്നേ? മിസ്റ്റർ റൈവൻ. അപ്പോൾ എന്ത് പറ്റി? സെഡ് ദ ഫോക്സ്. കുറുക്കൻ പറഞ്ഞു. അവൻ കുറുക്കനല്ലേ? അവൻ പറഞ്ഞു. അവൻ്റെ കണ്ണിങ് ആയിരിക്കുന്ന വാക്കുകൾ കേൾക്കാം. ഇൻ അഡ്മയറിങ് ടോൺസ്. പ്രശംസിക്കുന്ന ടോണിലാണ് പറഞ്ഞത്. അങ്ങോട്ട് പുകഴ്ത്തി കൊടുക്കുകയാണ്. മൈ വേർഡ് സർ റൈവൻ, യു ആർ എ ഹാൻഡ്സം ബേർഡ്. എൻ്റെ വാക്ക് കേട്ടോ റൈവൻ സാറേ, യു ആർ എ ഹാൻഡ്സം ബേർഡ്.
നിങ്ങൾ ഭയങ്കര സുന്ദരനാ കേട്ടോ. യു ആർ എ ഹാൻസം ബേർഡ്. നീ ഒരു വളരെ സുന്ദരനായ ബലിക്കാക്കയാണെന്നാണ് പറഞ്ഞത്. നീ ഒരു നല്ല സുന്ദരനായ പക്ഷിയാണ്. സച്ച് ഫത്തേഴ്സ്, എന്നാ തൂവലുകളാ. സച്ച് ഫത്തേഴ്സ് ഇഫ് യു വുഡ് ഒൺലി സിങ്. നീ ഒന്ന് പാടിയാൽ മാത്രം മതി. ഇഫ് യു വുഡ് ഒൺലി സിങ്, നീ ഒന്ന് പാട്ട് പാടിയാൽ മാത്രം മതി. ദ ബേർഡ്സ് ഓഫ് ദീസ് വുഡ്സ്, ഈ വനങ്ങളിലെ പക്ഷികളെല്ലാം വുഡ് കോൾ യു എ കിങ്. നിന്നെ ഒരു രാജാവെന്ന് പുകഴ്ത്തും, അങ്ങനെയേ വിളിക്കുകയുള്ളൂ എന്നാ പറഞ്ഞത്. ദ ബേർഡ്സ് ഓഫ് ദീസ് വുഡ്സ് വുഡ് കോൾ യു കിങ്. ഇവിടുത്തെ ഈ വനത്തിലെ, വുഡ്സ് മീൻസ് വനം, ഈ വനത്തിലെ പക്ഷികളെല്ലാം നിന്നെ രാജാവെന്ന് വിളിക്കും എന്ന് പറഞ്ഞു. ഈ തരത്തിലുള്ള പുകഴ്ത്തലുകൾ കേൾക്കുമ്പോഴേ എന്താണ് ഈ റൈവൻ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കേ അടുത്ത പേജിലേക്ക് പോകാം. ദ റൈവൻ ഹൂ ഡിഡ് നോട്ട് സീ ദ ജോക്ക്. ഈ സംസാരത്തിന് തമാശ അവന് മനസ്സിലായില്ല കേട്ടോ. ഇവൻ്റെ കണ്ണിങ്നെസ്സും അവന് മനസ്സിലായില്ല. ദ റൈവൻ ഹൂ ഡിഡ് നോട്ട് സീ ദ ജോക്ക് forgot that his voice was just a croak. അവൻ മറന്നുപോയി അവൻ്റെ സൗണ്ടേ ക്രോക്കിംഗ് സൗണ്ടാണെന്ന്, പരുക്കൻ സൗണ്ടാണ് തനിക്കുള്ളതെന്നുള്ള കാര്യം അവനങ്ങ് മറന്നു. പുകഴ്ത്തൽ കേട്ടപ്പോൾ അങ്ങ് പൊങ്ങിപ്പോയി. അതാ പറ്റിയത്. ഹി ഓപ്പൺഡ് ഹിസ് ബീക്ക്. അവൻ തൻ്റെ ചുണ്ട് തുറന്നു. ഇൻ ഹിസ് ഫൂളിഷ് പ്രൈഡ്. എങ്ങനെ തുറന്നത്? തൻ്റെ ഈ മണ്ടൻ അഭിമാനം ഓർത്ത്. ഫൂളിഷ് പ്രൈഡ്. അവനങ്ങ് അഭിമാനം കൊണ്ടായിരുന്നു ഈ പ്രശംസ കേട്ടപ്പോഴേ. ആ മണ്ടത്തരത്തിൽപ്പെട്ട ആ അഭിമാനത്താൽ അവൻ വാ തുറന്നു. അപ്പോഴോ ചുണ്ടങ്ങ് തുറന്നു. ആൻഡ് ഡൗൺ ഫെൽ ദ മോഴ്സൽ. താഴേക്ക് പോയി. ആ കയ്യിലുണ്ടായിരുന്ന അപ്പത്തിൻ്റെ കഷ്ണമാണേലും ആ ഫുഡിൻ്റെ കഷ്ണമാണല്ലോ താഴേക്ക് പോയി. ദ ഫോക്സ് ഹാഡ് ഐഡ്. അതെന്താണ്? കുറുക്കൻ നോക്കി വെച്ചതാണ്. ദ ഫോക്സ് ഹാഡ് ഐഡ്. കുറുക്കൻ നോക്കി വെച്ച ആ ഫുഡിൻ്റെ പീസ് നമ്മുടെ കാക്കയുടെ വായിൽ നിന്നേ താഴേക്ക് പോയി. ഹാ ലാഫ് ദ ഫോക്സ്. ഫോക്സ് ചിരിച്ചു. അവൻ ചിരിച്ചു. അവൻ തമാശയ്ക്ക് വേണ്ടി ചിരിച്ചു അല്ലേ? രക്ഷപ്പെട്ടു എന്നുള്ള ചിരിയാണ്. ആൻഡ് നൗ യു നോ, ഇഗ്നോർ സ്വീറ്റ് വേർഡ്സ് ദാറ്റ് മേക്ക് യു ഗ്ലോ. ആൻഡ് നൗ യു നോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇഗ്നോർ സ്വീറ്റ് വേർഡ്സ്. നിങ്ങളെ പ്രശംസിക്കാൻ പറ്റുന്ന സ്വീറ്റ് വേർഡ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് മധുരതരമായിട്ടോ മധുരതമമായിട്ടോ ഒക്കെ തോന്നുന്ന നല്ല ഭംഗിയേറിയ വാക്കുകൾ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇഗ്നോർ ചെയ്യണം, അവഗണിക്കണം. നിങ്ങളെ വെറുതെ പൊക്കി പറയുന്നതാണെങ്കിലേ അന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. ദാറ്റ് മേക്ക് യു ഗ്ലോ. അത് നിങ്ങളെ ഒരുപക്ഷെ അങ്ങ് സന്തോഷത്തിൽ ആറാടിക്കുമായിരിക്കും, പക്ഷേ അത് വെറുതെയാണ്. പ്രൈഡ്, മൈ ഫ്രണ്ട് ഈസ് റാദർ അൺവൈസ്. അങ്ങനെയുള്ള പ്രൈഡ് ഉണ്ടല്ലോ, ആ അഭിമാനം, ഇറ്റ് ഈസ് അൺവൈസ്. അത് ബുദ്ധിപൂർവകമല്ല. ഐ ആം ഷുവർ ദിസ് ടീച്ചിങ് ഈസ് ക്വൈറ്റ് എ സർപ്രൈസ്. ഈ ടീച്ചിങ് ഒരു സർപ്രൈസാണ്, അത്ഭുതകരമായിട്ടുള്ളൊരു ക്ലാസ്സാണിത്, ഒരു ടീച്ചിങ്ങാണിത്. ഇറ്റ് ഈസ് ഷുവർ, ഇത് തീർച്ചയാണ്. ദിസ് ടീച്ചിങ് ഈസ് ക്വൈറ്റ് എ സർപ്രൈസ്. ഇങ്ങനത്തെ ഈ പഠനം ഒരു സർപ്രൈസ് തന്നെയാണ്, അത്ഭുതം തന്നെയാണ്. ദിസ് പോയം ഈസ് റിട്ടൺ ബൈ ജീൻ ഡി ലാ ഫൊണ്ടൈൻ. ഇത് എഴുതിയത് ജീൻ ഡി ലാ ഫൊണ്ടൈനാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ പോയം ഒന്ന് വായിക്കണം, നന്നായിട്ട് പഠിക്കണം. റൈവൻ എന്താണെന്നാണ് പറഞ്ഞത്? ബിൽക്കാക്കയാണ്. വുഡ് എന്ന് പറഞ്ഞാൽ വനത്തിൻ്റെ പേരാണ്. വുഡ് മീൻസ് വനം. ക്രോക്ക് എന്ന് പറയുന്നത് ഒരു പതറിയ ശബ്ദത്തിലുള്ള ബലിക്കാക്കയുടെ കരച്ചിലിനും തവളയുടെ കരച്ചിലിനും ക്രോക്കിംഗ് സൗണ്ട് എന്നാണ് പറയുന്നത്. ഇഗ്നോർ എന്ന് പറഞ്ഞാൽ അവഗണിക്കുക എന്നാണ്. ദെൻ നമുക്ക് ലെറ്റസ് ഡിസ്കസ്, നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ ചൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ എടുത്തിട്ടൊന്ന് ഫിൽ ചെയ്യണം. എ സ്റ്റാൻസ 1. മിസ്റ്റർ റൈവൻ ഈസ് എ ഡാഷ്. ആ ഡാഷിൻ്റെ സ്ഥാനത്ത് ബേർഡാണ്. ബേർഡെന്നാണ് ചേർക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ബേർഡും തന്നിട്ടുണ്ട്, ഫ്രോഗും തന്നിട്ടുണ്ട്. മിസ്റ്റർ റൈവൻ ഈസ് എ ബേർഡ് എന്നാണ് ഉത്തരം. അപ്പോൾ ബേർഡാണ് ഇവിടുത്തെ ഉത്തരം കേട്ടോ. മിസ്റ്റർ റൈവൻ ഈസ് എ ബേർഡ്. ദ നെയിം ഓഫ് ദ ഫോക്സ് ഈസ് റൈനാഡ്. ഇനി മൂന്നാമത്തെ നോക്കിയേ. മിസ്റ്റർ റൈവൻ ഹാഡ് ഡാഷ് ഇൻ ഹിസ് ബീക്ക്. എ പീസ് ഓഫ് ഫുഡ്. അതാ എ പീസ് ഓഫ് ഫുഡ് ഇൻ ഹിസ് ബീക്ക്. അവൻ്റെ ചുണ്ടുകളിൽ ഒരു പീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. ഓർ എ മോഴ്സൽ ഓഫ് ഫുഡ്സ് എന്നും പറയാം അല്ലേ. നമുക്കിവിടെ തന്നിരിക്കുന്ന പീസ് ഓഫ് ഫുഡ് എന്നാണ്. അപ്പോൾ നമ്മൾ പീസ് ഓഫ് ഫുഡ് എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ
ഉത്തരം ഇതാണ്. മിസ്റ്റർ റേവൻ ഹാഡ് എ പീസ് ഓഫ് ഫുഡ് ഇൻ ഹിസ് ബീക്ക്. അവൻ്റെ ചുണ്ടുകളിൽ ഒരു കഷ്ണം ഫുഡ് ഉണ്ടായിരുന്നു. ബി സ്റ്റാൻസ 2. രണ്ടാമത്തെ സ്റ്റാൻസയിൽ ദ ഫോക്സ് കോൾസ് ദ റേവൻ എ ഡാഷ് ബേർഡ്. ദ ഫോക്സ് കോൾസ് ദ റേവൻ എ ഗുഡ് ലുക്കിംഗ് ബേർഡ്. എന്നെ കണ്ടാൽ വളരെ സുന്ദരനാണെന്നാണ് പറഞ്ഞത് അല്ലേ, ഹാൻസം, ഗുഡ് ലുക്കിംഗ്. അപ്പോൾ എന്താ പറയണ്ടേ? ഉത്തരം ഇതാണ്. ദ ഫോക്സ് കോൾസ് ദ റേവൻ എ ഗുഡ് ലുക്കിംഗ് ബേർഡ് എന്നാ, ഗുഡ് ലുക്കിംഗ് ആണ് അതാ പറഞ്ഞത്. രണ്ടാമത്തെ നോക്കാം. ദ ഫോക്സ് ആസ് ദ റേവൻ ടു ഡാഷ്. ദ ഫോക്സ് ആസ് ദ റേവൻ ടു സിങ്. ഫോക്സ് പറഞ്ഞ് റേവനോട് പറഞ്ഞു ഒന്ന് പാടാനാണ് പറഞ്ഞത് അല്ലേ. ദ ഫോക്സ് ആസ് ദ റേവൻ ടു സിങ്, അതാ ഉത്തരം, സിങ് എന്നാണ്. ദെൻ അടുത്തത് മൂന്നാമത്തത്. ദ റേവൻ ആൻഡ് ദ ഫോക്സ് ലീവ് ഇൻ ദി വുഡ്സ്. റേവനും ഫോക്സും ഒക്കെ ജീവിച്ചത് വുഡ്സില്ല. വുഡ്സ് മീൻസ് വനം. വുഡ്സ് എന്നുള്ള ഉത്തരം കേട്ടോ. അപ്പോൾ അതിന് ഉത്തരം എന്താണ്? ദ റേവൻ ആൻഡ് ദ ഫോക്സ് ലീവ് ഇൻ ദ വുഡ്സ്. സ്റ്റാൻസ 3 നോക്കാം. ദ റേവൻ ഡാഷ് ദാറ്റ് ഹീ ക്രാക്ട്. റേവൻ ഫൊർഗോട്ട് ദാറ്റ് ഹീ ക്രാക്ട്. റേവൻ അങ്ങ് മറന്നുപോയി താനിങ്ങനെ ക്രോക്ക് ചെയ്യുക എന്നുള്ള കാര്യം അല്ലേ. തൻ്റെ സൗണ്ട് വളരെ പതറിയ ക്രോക്കിംഗ് സൗണ്ടാണെന്നുള്ള കാര്യം ഈ റേവൻ അങ്ങ് മറന്നേ പോയി. ഉത്തരം ഇതാണ്. ദ റേവൻ ഫൊർഗോട്ട് ദാറ്റ് ഹീ ക്രാക്ട്. അതാ ഫൊർഗോട്ടാണ് ഉത്തരം. രണ്ടാമത്തെ. റേവൻ ഓപ്പൺഡ് ഇറ്റ്സ് ബീക്ക് ടു സിങ് ആണ് ഉത്തരം. ദ റേവൻ ഓപ്പൺഡ് ഇറ്റ്സ് ബീക്ക് ടു സിങ്. പാടാൻ വേണ്ടി ബീക്ക് അങ്ങ് തുറന്നു. അപ്പോൾ ടു സിങ് എന്നുള്ള ഉത്തരം, സിങ് ആണ് എഴുതേണ്ടത് കേട്ടോ. മൂന്നാമത്തെ നോക്കാം. ദ ഡാഷ് ഫെൽ ഡൗൺ. ദ ഫുഡ് ഫെൽ ഡൗൺ. ദ ഫുഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫുഡും റേവനുണ്ട്. അപ്പം അത് റേവൻ അല്ല, ഫുഡാണ് ഉത്തരം. ദ ഫുഡ് ഫെൽ ഡൗൺ. ഫുഡ് താഴെ പോയി. അടുത്തത് ഡി സ്റ്റാൻസ 4. 1. ദ ഫോക്സ് ഡാഷ് അറ്റ് ദ റേവൻ. അവിടെ തന്നിരിക്കുന്നത് ലാഫ്റ്റ് എന്നുണ്ട്, ലുഡ് എന്നുണ്ട്. ദ ഫോക്സ് ലാഫ്റ്റ് അറ്റ് ദ റേവൻ ആണ്. റേവനെ കളിയാക്കി. ഹി ലാഫ്റ്റ് അല്ലേ, പരിഹസിച്ചു. ഹി ലാഫ്റ്റ് അറ്റ് ദ റേവൻ. റേവനെ നോക്കി പരിഹസിച്ചു. ഇറ്റ് ഈസ് നോട്ട്. രണ്ടാമത്തത്. ഇറ്റ് ഈസ് നോട്ട് ഡാഷ് ടു ബി ടു പ്രൗഡ് ഓഫ് വൺ സെൽഫ്. ഇറ്റ് ഈസ് നോട്ട് വൈസ് ടു ബി ടു പ്രൗഡ് ഓഫ് വൺ സെൽഫ്. സ്വയം അങ്ങ് പൊങ്ങി അങ്ങ് ഒത്തിരി അങ്ങ് അഹങ്കരിച്ചാലേ അത് അൺവൈസാണ്. ഇറ്റ് ഈസ് നോട്ട് വൈസ് എന്നാൽ ഇറ്റ് ഈസ് നോട്ട് വൈസ്. അപ്പോൾ വൈസാണ് എഴുതേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് വൈസ്, അത് ബുദ്ധിപൂർവകമല്ല. ടു ബി ടു പ്രൗഡ് ഓഫ് വൺ സെൽഫ്. സ്വയം അങ്ങ് അഹങ്കരിക്കുന്നതേ വലിയ ബുദ്ധിമാനാണെന്നൊക്കെ അല്ലെങ്കിൽ നല്ല സുന്ദരനാണെന്നോ ഒക്കെ വിചാരിച്ച് അഹങ്കരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. ഇറ്റ് ഈസ് നോട്ട് വൈസ്. വൈസാണ് അവിടുത്തെ ഉത്തരം കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് വൈസ് ടു ബി ടു പ്രൗഡ് ഓഫ് വൺ സെൽഫ്. അടുത്തത് നോക്കാം. 3. റേവൻ ലേൺഡ് എ ഡാഷ്. റേവൻ ലേൺഡ് എ ലെസൺ. അതാ കാര്യം. അവനൊരു പാഠം പഠിച്ചു. ദ റേവൻ ലേൺഡ് എ ലെസൺ. ബെലിക്കാക്ക് ഒരു പാഠം പഠിച്ചു അല്ലേ, അതാ കാര്യം. റീഡ് ദി പോയം അഗെയിൻ ആൻഡ് മാച്ച് ദ വേർഡ്സ് ഇൻ ദ കോളം എ. പോയം വായിക്കുക വീണ്ടും. ആൻഡ് മാച്ച് ദ വേർഡ്സ് ഇൻ ദ കോളം എ. കോളം എയിലെ വേർഡ്സൊക്കെ ആയിട്ട് പുട്ട് ദർ മീനിങ്സ് ഇൻ ദ കോളം ബി. കോളം ബിയിലെ മീനിങ്സുമായിട്ടൊന്ന് മാച്ച് ചെയ്യണം. ഇവിടെ എന്താ പറയുന്നത്? ഒരു കോളം എ തന്നിട്ടുണ്ട്, ഒരു കോളം ബി തന്നിട്ടുണ്ട്. കോളം എയിലെ മീനിങ്ങുമായിട്ടത് കോളം എയിലിൻ്റെ മീനിങ് നമ്മൾ കോളം ബിയിൽ നിന്ന് കണ്ടെത്തണം, എന്നിട്ട് മാച്ച് ചെയ്തെടുക്കണം. ചെക്ക് യുവർ ആൻസേഴ്സ് വിത്ത് യുവർ ടീച്ചർ ആൻഡ് യുവർ ക്ലാസ്മേറ്റ്സ്. നിങ്ങളുടെ ക്ലാസ്മേറ്റുമായിട്ട് നിങ്ങളുടെ ടീച്ചറുമായിട്ടൊന്ന് നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണെന്ന് നോക്കണം. 1. പർച്ചർ. ചേക്കേറുക എന്നാണ് പർച്ചർ എന്ന് പറഞ്ഞാൽ. കോളമേൽ പർച്ചർ ഒന്നാമത്തത്. അതിൻ്റെ ഉത്തരം ഡി ആണ്. കണ്ടില്ലേ ഡിയിലെ സാറ്റ് ഓൺ എ ബ്രാഞ്ച്. പർച്ചർ മീൻസ് പക്ഷികൾ ചേക്കറുന്നതാണ്. പക്ഷികൾ മരത്തിൻ്റെ ബ്രാഞ്ചിലിരിക്കുന്നു. സാറ്റ് ഓൺ എ ബ്രാഞ്ച്, അതാണ് ഉത്തരം. ഒന്നിൻ്റേത് ഉത്തരം ഡി ആണ്. സാറ്റ് ഓൺ എ ബ്രാഞ്ച് എന്നാണ് എഴുതേണ്ടത്, ഡി എന്നല്ല എഴുതേണ്ടത് കേട്ടോ. 2. മോഴ്സൽ. മോഴ്സൽ എന്ന് പറഞ്ഞാൽ പീസ് ഓഫ് ഫുഡ് എന്നാണ്. ഒരു കഷ്ണം ആഹാരപദാർത്ഥം എന്താണെങ്കിലും ആയിക്കോട്ടെ. മോഴ്സൽ എ പീസ് ഓഫ് ഫുഡ് ആണ്ട്. അത് ഒന്നാമത് ഇതിട്ടുണ്ട് കേട്ടോ. എ കൊളംബിയിലെ എ സ്മോൾ പീസ് ഓഫ് ഫുഡ്, അതാണ് മോഴ്സൽ. ദെൻ സീക്ക് മീൻസ് അന്വേഷിക്കുക എന്നാണ്.
സീക്ക് മീൻസ് അന്വേഷിക്കുക. ഈ ലുക്ക് ഫോർ സംതിങ്, എന്തിനെയോ അന്വേഷിക്കുക, അതാ സീക്ക് എന്ന് പറഞ്ഞാൽ. പ്രൈഡ്, നാലാമത്തെ പ്രൈഡാണ്. പ്രൈഡ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൈഡ് ഫീലിംഗ് ദാറ്റ് യു ആർ ബെറ്റർ ദാൻ അതേഴ്സ്. ഞാനേ മറ്റുള്ളവരൊക്കെ ഇച്ചിരി മുന്നിലാകുന്നൊരു തോന്നൽ, അതാണ് ഈ പറയുന്ന പ്രൈഡ് എന്ന് പറയുന്നത്. 5 ഐഡ്. ഐഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ ലുക്ക്ഡ് വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് സംതിങ്, താല്പര്യത്തോടു കൂടി എന്തിനെങ്കിലും നോക്കുകയാണ് ഐഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ലിംബ്. ലിംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ച് ഓഫ് എ ട്രീക്കാണ് ലിംബ് എന്ന് പറയുന്നത്. അടുത്തത് 7 വുഡ്സ്. വുഡ്സ് എന്ന് പറഞ്ഞാൽ വനത്തിൻ്റെ ഒരു ഭാഗത്തിനാണ് പറയുന്നത്. വുഡ്സ് സ്മോളർ ഏരിയ ഓഫ് ഫോറസ്റ്റ് വിത്ത് സിമിലർ കൈൻഡ് ഓഫ് ട്രീസ്, അതാ വുഡ്സ് എന്ന് പറയുന്നത്. എ സ്മോളർ ഏരിയ ഓഫ് ഫോറസ്റ്റ് വിത്ത് സിമിലർ കൈൻഡ്സ് ഓഫ് ട്രീസ്, ഒരേ തരത്തിലുള്ള വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന വനത്തിൻ്റെ, വലിയ വനത്തിൻ്റെ ഒരു ഭാഗത്തിനാണ് നമ്മൾ വുഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 7 ഉത്തരമായ ലെറ്റസ് തിങ്ക് ആൻഡ് റിഫ്ലക്ട്. നമുക്കൊന്ന് ആലോചിച്ച് പ്രതിഫലിപ്പിക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, പടങ്ങളൊക്കെ നോക്കുക. ആൻഡ് നമ്പർ ദം, എന്നിട്ട് നമ്പർ കൊടുക്കുക. ഇൻ ദ ഓർഡർ ദാറ്റ് ദേ ഹാപ്പൻ ഇൻ ദ പോയം. പോയത്തിൽ സംഭവിച്ച പോലെ ആ പടമൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്പർ കൊടുക്കണം. നോക്കി, ഒന്നാമത്തെ പടം കുറുക്കൻ മുകളിലേക്ക് നോക്കിയിരിക്കുന്നു, റെയിലിന് മോളി മോഴ്സിലോ ഫുഡുമായിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തേണ്ട കുറുക്കൻ ഫുഡ് എടുത്തുകൊണ്ടങ്ങ് പോവുക. അപ്പോൾ അത് ശരിയല്ല, അത് രണ്ടാമത്തല്ല. ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, കാക്ക ഏതാണ്ട് ഫുഡ് എടുക്കുന്നു. അപ്പോൾ അതാ ഒന്നാമത്തെ വരേണ്ട. ആ മതിലിൻ്റെ ഉള്ളിലെ മൂന്നാമത്തെ പടം ഒന്നാമത്തെ എഴുതേണ്ടത് കേട്ടോ. മൂന്നാമത്തെ ചിത്രമാണ് ഒന്നാമത് വരേണ്ടത്. അത് കാക്ക എന്തുകൊണ്ടോ ഫുഡ് എവിടുന്നോ ഫുഡ് കുത്തിയെടുക്കുന്നു, അതാ ഒന്നാമത് വരേണ്ടത്. മനസ്സിലായില്ലേ? രണ്ടാമത് വരേണ്ടത് ആദ്യം കൊടുത്തിരിക്കുന്ന പടമാണ്. കുറുക്കൻ മുകളിലേക്ക് നോക്കി നിൽക്കുന്നു, റൈവനാണെങ്കിൽ ഫുഡുമായിട്ട് മുകളിലിരിക്കുന്നു. ആ ഒന്നാമത്തെ പടമാണ് 2ാം നമ്പർ കൊടുക്കേണ്ടത്. 3ാം നമ്പർ കൊടുക്കേണ്ടതാ ഏറ്റവും അവസാനത്തെ പടമാണ്. കണ്ടില്ലേ? റൈവൻ്റെ കയ്യിൽ നിന്ന് അപ്പം താഴേക്ക് പോകുന്നത് കുറുക്കൻ മുകളിലായിട്ട് നോക്കിയിരിക്കുമ്പോൾ പ്രശംസിക്കുമ്പോഴാണ്. കണ്ടില്ലേ? ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് 3ാമത്താണ്. 4ാമത്തെ പടം ഏതാണ്? കുറുക്കൻ്റെ ഫുഡ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ 2 പിക്ചർ, 2ാമത്തെ പിക്ചറാണ് ശരിക്കും പറഞ്ഞാൽ 4ാമത് വരേണ്ടത്. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.